നെക്സ്റ്റ് അടുത്ത് നമ്മൾ ആറാമത്തെ ചാപ്റ്ററായ ലായനികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് പെട്ടെന്ന് നോക്കാം അല്ലേ. അതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയും ബാക്കി സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഓടിപ്പോയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണം കേട്ടോ. അപ്പോൾ ലായനികൾ ആറാമത്തെ ചാപ്റ്ററാണ് അല്ലേ. കുട്ടികളിവിടെ എന്തൊക്കെയോ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ശാസ്ത്രമേളയിൽ പ്രദർശന മത്സരത്തിന് വേണ്ടി തയ്യാറാക്കിയ ലോഹപ്പെട്ടിയിൽ കറുത്ത ഇനാമൽ പെയിന്റ് അടിച്ച ശേഷം കുട്ടി ബ്രഷ് വെള്ളത്തിൽ കഴുകിയെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ബ്രഷിൽ നിന്ന് പെയിന്റ് ഇളകി വരുന്നില്ല. എന്തായിരിക്കും കാരണം? പിന്നീട് ടീച്ചറുടെ നിർദ്ദേശപ്രകാരം ടർപ്പൈനിൽ ബ്രഷ് മുക്കിയെടുത്തപ്പോൾ അത് കഴുകിയെടുക്കാൻ സാധിച്ചു. ജലത്തിൽ ഇനാമൽ പെയിന്റ് ലയിക്കാത്തത് കൊണ്ടാണ് ടർബൈനിൽ ലയിക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ സംഭവിച്ചത് ആണല്ലേ. ജലത്തിൽ ലയിക്കുന്ന ധാരാളം പദാർത്ഥങ്ങൾ നിങ്ങൾക്ക് പരിചയമുണ്ട്. ഏതൊക്കെയാണെന്ന് എഴുതി നോക്കുക. ഫസ്റ്റ് വേണ്ട കറിയുപ്പ്, പഞ്ചസാര. ലയിക്കാത്തവയോ? അപ്പോൾ ഏതൊക്കെയാണ് ലയിക്കുന്നവ? ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ജലത്തിൽ ലയിക്കുന്നത് നിങ്ങൾക്ക് എക്സാമ്പിൾസ് അറിയായിരിക്കും അല്ലേ. ഏതൊക്കെയാണ് ജലത്തിൽ ലയിക്കുന്നതിന് എക്സാമ്പിൾ? കറിയുപ്പ് പറയാം, പഞ്ചസാര പറയാം, കോപ്പർ സൾഫേറ്റ് പറയാം അല്ലേ. കോപ്പർ സൾഫേറ്റ് കേട്ടോ. കോപ്പർ സൾഫേറ്റ്. നെക്സ്റ്റ് വേറെ ഏത് പറയാം? അമോണിയം ക്ലോറൈഡ് പറയാം, ആൽക്കഹോൾസ് പറയാം, പൊട്ടാസ്യം ക്ലോറൈഡ് പറയാം, അമോണിയ വാതകം, കാർബൺ ഡൈ ഓക്സൈഡ് പറയാം കേട്ടോ. CO2 പറയാം. ജലത്തിൽ ലയിക്കുന്നവയാണ് കേട്ടോ. അടുത്തത് ലയിക്കാത്തവ ഏതൊക്കെയാണ്? ഇനാമൽ പെയിൻറ്റ്, മണൽ, പിന്നെന്താണ്? സ്വർണം. വെള്ളത്തിൽ ലയിക്കുമോ? ഇല്ല കേട്ടോ, സ്വർണം ജലത്തിൽ ലയിക്കില്ല. വേറെ ഏതാണ്? ചുണ്ണാമ്പുകല്ല് ലയിക്കുമോ? ഇല്ല. പിന്നെ വെളിച്ചെണ്ണ ലയിക്കുമോ? ഇല്ല കേട്ടോ, വെളിച്ചെണ്ണ ലയിക്കില്ല. ലയിക്കുന്ന പദാർത്ഥത്തെ ലീനം എന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും ലീനവും ലായകത്തിൽ ലയിക്കുമ്പോൾ ലായനിയും ഉണ്ടാകുന്നു. പഞ്ചസാര ലായനി ഒരു ഏകാത്മക മിശ്രിതമാണ് എന്ന് നാം പഠിച്ചിട്ടുണ്ടല്ലോ. രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങൾ ചേർന്നുണ്ടാകുന്ന ഏകാത്മക മിശ്രിതങ്ങളാണ് ലായനി. അപ്പോൾ രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങൾ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ലായനി ഉണ്ടാകുന്നത്. മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ ഗുണം കാണിക്കുന്നവയാണ് ഏകാത്മക മിശ്രിതങ്ങൾ. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യും? ഒരേ ഗുണങ്ങൾ കാണിക്കും അല്ലേ. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ പഞ്ചസാര ലായനി പറഞ്ഞു. പഞ്ചസാര ലായനി നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പഞ്ചസാര ലായനി എടുക്കുകയാണെങ്കിൽ എന്താണ്? പഞ്ചസാര ലായനി കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് എന്ത് അനുഭവപ്പെടും? മധുരം അനുഭവപ്പെടും. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഒരു ചൊവ്വ, മറ്റൊരു ഭാഗത്ത് മറ്റൊരു ചൊവ്വ, അങ്ങനെയല്ല അല്ലേ. എല്ലാ ഭാഗത്തും എന്താണ്? നമുക്ക് സാധാരണയായിട്ട് മധുരം അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ പഞ്ചസാര ലായനി നമുക്ക് എന്താന്ന് പറയാം? ഒരു ഏകാത്മക മിശ്രിതം. എല്ലാ ഭാഗത്തും ഒരേ ഗുണം കാണിക്കുന്നവയായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ. അടുത്തത് വിവിധ തരം ലായനി. നിത്യജീവിതത്തിൽ ധാരാളം ലായനികൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ഇവ ദ്രാവക ലായനികളായിരിക്കും. എന്നാൽ ഖരലായനികളും വാതക ലായനികളുമുണ്ട്. ചില ലായനികൾ പട്ടികയിൽ നൽകിയിരിക്കുന്നു. ഇവയിലെ ലീനം, ലായകം എന്നിവ കണ്ടെത്തി ഏതെല്ലാം അവസ്ഥകളിലാണ് എന്ന് തിരിച്ചറിഞ്ഞ് പട്ടിക പൂർത്തിയാക്കുക. ഫസ്റ്റ് വേണ്ട ഉപ്പ്. ഉപ്പാണ് ഇവിടെ ലീനം എന്ന് പറയുന്നത് അല്ലേ. ഇനി ലായകം എന്ന് വെച്ചാൽ എന്താണ്? ജലമാണ് ലായകം. ഇത് രണ്ടുകൂടെ കൂടുമ്പോൾ ഉണ്ടാകുന്ന ലായനി ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ദ്രാവക അവസ്ഥയിൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ രൂപത്തിലാണ് കാണപ്പെടുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ് അടുത്ത ഏതാ പറഞ്ഞേക്കുന്നത് നോക്കിക്കേ. അടുത്തത് പിച്ചളയാണ് പറഞ്ഞേക്കുന്നത്. പിച്ചള ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത്? പിച്ചള സിങ്കാണ് അല്ലേ. ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ഖരമാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇനി കോപ്പർ ആണെങ്കിൽ ഏതവസ്ഥ തന്നെയാണ്? ഖരമാണ്. അതിൻ്റെ ലായനി വരുമ്പോൾ ഏതവസ്ഥ തന്നെയാണ്? ഖരാവസ്ഥയിൽ തന്നെയാണ് കാണപ്പെടുന്നത് കേട്ടോ. അടുത്ത CO2 എന്ന് പറയുന്നത് ഏതാണ്? വാതകമാണ് അല്ലേ. CO2 വാതകമാണ് കേട്ടോ. സോഡാ വെള്ളത്തിൽ CO2 ഉണ്ട്, ജലമുണ്ട് അല്ലേ. അല്ലെങ്കിൽ ലീനം എന്ന് പറയുന്നത് CO2 ആണ്. പിന്നെ ലായകം എന്ന് പറയുന്നത് ഏതാണ്? ജലമാണ്. ജലം ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ദ്രാവക അവസ്ഥയിലാണ്. രണ്ടുകൂടെ കൂടിച്ചേർന്ന് സോഡാ വെള്ളം ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ദ്രാവക അവസ്ഥയിലാണ് കാണപ്പെടുന്നത് കേട്ടോ. ദ്രാവകമാണ്. അടുത്തെന്താണ്? ആൽക്കഹോളും ജലവും ചേർന്ന മിശ്രിതം. ആൽക്കഹോൾ ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ദ്രാവകമാണ് കേട്ടോ. ആൽക്കഹോൾ ദ്രാവക അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ആൽക്കഹോളും ജലവും ചേർന്ന മിശ്രിതം എന്ന് പറയുമ്പോൾ ഇവിടെ ലായകം ഏതാണ്? ജലമാണ് കേട്ടോ. ജലം ഏതവസ്ഥയിലാണ്? ദ്രാവക അവസ്ഥയിലാണ്. ഓക്കെ, ഇതിൻ്റെ ലായനി ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ദ്രാവകം അവസ്ഥയിലാണ് കാണപ്പെടുന്നത് കേട്ടോ. അടുത്തത് തുരിശ് ലായനി. ഇവിടെ ഖരപദാർത്ഥം എന്ന് പറയുന്നത് ഏതാണ്? തുരിശാണ് കേട്ടോ. തുരിശ് അല്ലെങ്കിൽ CuSO4 എന്ന് എഴുതിയാലും മതി കേട്ടോ.
ജലം എന്ന് പറയുന്നത് ദ്രാവകമാണ് അല്ലേ. ലായനി ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത് കേട്ടോ. ദ്രാവകം അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ. ഇതിൽ നിന്ന് വ്യത്യസ്ത അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്ന ലായനികൾ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ലായനിയുടെ അവസ്ഥയും ലായകത്തിൻ്റെ അവസ്ഥയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പട്ടിക പരിശോധിക്കൂ. മിക്കവാറും ലായനികളിൽ ലായകത്തിൻ്റെ ഭൗതികാവസ്ഥ തന്നെയായിരിക്കും ലായനിയുടെ ഭൗതികാവസ്ഥ എന്ന് പറയുന്നത്. അപ്പം എന്താ ചോദിച്ചേക്കുന്നത് വെച്ചാൽ ലായകത്തിൻ്റെ അവസ്ഥയും ലായനിയുടെ അവസ്ഥയും ഏകദേശം എന്താണ്? ഇതെല്ലാം തുല്യമായിരിക്കും അല്ലെങ്കിൽ സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ലായകം ദ്രാവകമാണ്, ലായനിയും ദ്രാവകമാണ്. ലായകം ഖരമാണ്, അതേപോലെ ലായനിയും ഖരമാണ്. ഇവിടെ രണ്ടും എന്താണ്? ദ്രാവകമാണ്. ഇവിടെ രണ്ടും ദ്രാവകമാണ്. ഇവിടെ രണ്ടും എന്താണ്? ദ്രാവകമാണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. ശുദ്ധവായു ഒരു വാതക ലായനി ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അന്തരീക്ഷ വായുവിലെ ഘടകങ്ങൾ സൂചിപ്പിക്കുന്ന ഡയഗ്രാം ശ്രദ്ധിക്കൂ. അപ്പോൾ ഇവിടെ അന്തരീക്ഷ വായുവിൽ നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ എത്ര പെർസെൻറ്റേജ് ഉണ്ട്? ആർഗൺ 0.90% ആണ്. മറ്റു വാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് എത്രയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പല വാതകങ്ങളും ചേർന്ന ഏകാത്മക മിശ്രിതമാണ് ശുദ്ധവായു എന്ന് കണ്ടല്ലോ. ഒരു ലായനിയിലെ ലീനം, ലായകം എന്നിവ തീരുമാനിക്കുന്നത് എപ്രകാരമായിരിക്കും? ലോഹസങ്കരമായ അലോയ് പിച്ചളയിൽ 34% സിങ്കും പിന്നെ 66% കോപ്പറും അടങ്ങിയിരിക്കുന്നു. ഇതിൽ ലീനവും ലായകവും ഏതെന്ന് പട്ടികയിൽ നിന്ന് കണ്ടെത്തി രേഖപ്പെടുത്തു. ഇതിൽ നിന്ന് ലീനം എന്ന് പറയുന്നത് ഏതാണ്? ലീനം എന്ന് പറയുന്നത് ഇവിടെ എത്ര ശതമാനം ഉള്ളതെന്ന് നോക്കിക്കേ. നമ്മുടെ പിച്ചള എന്ന് പറയുന്നത്, പിച്ചളയിൽ സിങ്ക് എന്ന് പറയുന്നത് 34% അല്ലേ. ഇനി നെക്സ്റ്റ് അടുത്ത് ഏതാ കൊടുത്തേക്കുന്നത്? സിങ്ക് 34%. കോപ്പർ എന്ന് പറയുന്നത് എത്ര ശതമാനമാണ് കൊടുത്തിരിക്കുന്നത്? കോപ്പർ എന്ന് പറയുന്നത് 66%. അപ്പോൾ ചോദിച്ചേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആരാണ് ലീനം എന്ന് പറയുന്നത്? അപ്പോൾ ഇവിടെ ലീനം എന്ന് പറയുന്നത് സിങ്ക് ആണ് കേട്ടോ. ലീനം എന്ന് പറയുന്നത് ആരാണ്? സിങ്ക് ആണ്. ഓക്കെ, ഇനി ലായകം എന്ന് പറയുന്നത് ഏതാണ്? ലായകം എന്ന് പറയുന്നത് കോപ്പറാണ് കേട്ടോ. ലായകം എന്ന് പറയുന്നത് കോപ്പറാണ്. കുറഞ്ഞ അളവിലുള്ള ഘടകം സിങ്ക് ആണ്. കുറഞ്ഞ അളവിലുള്ള ഘടകം സിങ്കും കൂടിയ അളവിലുള്ള ഘടകം ലായകവുമാണ്. അന്തരീക്ഷ വായുവിൽ ലായകമായ ഘടകങ്ങൾ ഏതെല്ലാമായിരിക്കും? ലായകമായ ഘടകങ്ങൾ ഏതെല്ലാമായിരിക്കും? ഇനി ചോദിച്ചേക്കുന്നത് എന്താണ്? എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അന്തരീക്ഷ വായു ഒരു വാതക ലായനിയാണ്. വായുവിലെ ഏറ്റവും കൂടുതലുള്ള ഘടകമായ നൈട്രജൻ ആണ് ഇവിടെ ലായകം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ലായകം എന്ന് പറയുന്നത് ഏതാണ്? നൈട്രജൻ ആണ് ഇവിടെ ലായകമായിട്ട് കണക്കാക്കുന്നത് കേട്ടോ. നൈട്രജനാണ് എന്തായിട്ട് കണക്കാക്കുന്നത്? ലായകം. അന്തരീക്ഷ വായു ഒരു എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? വാതക ലായനിയാണ്. അപ്പോൾ വായുവിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം എന്ന് പറയുന്നത് ഏതാണ്? നൈട്രജൻ ആണ് കേട്ടോ. ജലീയ ലായനികളിൽ ഏതളവിലായാലും ജലം തന്നെയായിരിക്കും ലായകം. ഇനി നമ്മളൊരു ജലീയ ലായനി എടുത്താൽ ഏതളവിലായിക്കോട്ടെ ജലം, ഏതളവെടുത്താലും അതിൽ ജലം തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ലായകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്തതിലേക്ക് പോകാം അല്ലേ. അടുത്തെന്താണ്? ആൽക്കഹോള്, കാർബൺ ഡൈ സൾഫൈഡ്, ബെൻസീൻ, കാർബൺ ടെട്രാക്ലോറൈഡ് എന്നിവ ഓർഗാനിക് ലായങ്ങളാണ്. എല്ലാ ദ്രാവകങ്ങളും പരസ്പരം കലർന്ന് ലായനിയായി തീരണമെന്നില്ല. മണ്ണെണ്ണ, പെട്രോള് തുടങ്ങിയവ ഓരോന്നും ജലത്തിൽ ചേർന്ന് നോക്കൂ. ലയിക്കുന്നുണ്ടോ? എന്തുകൊണ്ടായിരിക്കും? ലയിക്കില്ല അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് തൊട്ട് താഴെ പറഞ്ഞിട്ടുണ്ട്. ജലം ഒരു പോളാർ സംയുക്തവും മണ്ണെണ്ണ, പെട്രോൾ തുടങ്ങിയവ നോൺ പോളാർ സംയുക്തങ്ങളുമാണ്. ഒരു ലീനം ലായകത്തിൽ ലയിക്കുന്നത് സമാനമായതിനെ ലയിപ്പിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ജലം എന്ന് പറയുന്നത് ഒരു പോളാറാണ്. ജലം എന്ന് പറയുന്നത് പോളാറും, പക്ഷെ മണ്ണെണ്ണ എന്ന് പറയുന്നത് നോൺ പോളാറുമാണ്. അപ്പോൾ ജലത്തിൽ ലയിക്കുന്ന സാധനങ്ങൾ എന്ത് തന്നെ ആവണം? പോളാർ തന്നെ ആവണം. എന്നാൽ മാത്രമേ ലയിക്കുകയുള്ളൂ. മണ്ണെണ്ണയിൽ എന്തെങ്കിലും സാധനം ഇട്ട് ലയിപ്പിക്കണമെങ്കിൽ അത് എന്ത് തന്നെ ആവണം? നോൺ പോളാർ തന്നെയാണെങ്കിൽ ലയിക്കുകയുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് എന്താണ്? പൊതുതത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അയോണിക സംയുക്തമായ ഉപ്പ് ജലത്തിൽ ലയിക്കുന്നതും മണ്ണെണ്ണ, പെട്രോൾ പോലുള്ള ജലത്തിൽ ലയിക്കാത്തതും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സഹസംയോജക സംയുക്തങ്ങൾ പൊതുവെ ജലത്തിൽ ലയിക്കുന്നില്ല. സഹസംയോജക സംയുക്തങ്ങൾ എന്ത് ചെയ്യുന്നില്ല? പൊതുവായിട്ട് ജലത്തിൽ ലയിക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി അടുത്ത് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഉപ്പ് ജലത്തിൽ ലയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി.
ലായകങ്ങളുടെ നിത്യജീവിതത്തിലെ ഉപയോഗങ്ങൾ. സാർവിക ലായകം എന്ന നിലയിൽ ജലത്തിൻ്റെ ഉപയോഗങ്ങൾ പല സന്ദർഭങ്ങളിലും നിങ്ങൾ പരിചിതമായിട്ടുണ്ട് അല്ലെങ്കിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. മറ്റ് ലായകങ്ങളുടെ ഉപയോഗങ്ങൾ പരിശോധിക്കാം. മിശ്രിതങ്ങളായ ലായകങ്ങളും അവയുടെ ഉപയോഗങ്ങളും പരിശോധിക്കാം. അപ്പോൾ എന്താണ് നമ്മൾ ഏതൊക്കെയാണ് ലായനികൾ, ഏതൊക്കെയാണ് എന്താണ് അതിൻ്റെ ഉപയോഗങ്ങൾ. ലായകങ്ങൾ അല്ലെങ്കിൽ മിശ്രിത ലായകങ്ങൾ. പെട്രോൾ, മണ്ണെണ്ണ, ടർബൈൻ, അമോണിയ ലായനി. ഇതിൻ്റെ ഉപയോഗം എന്നറിയപ്പെടുന്ന ഏതാണ്? വസ്ത്രങ്ങളിലെ ഗ്രീസ്, പെയിൻറ്, കറ തുടങ്ങിയവ നീക്കം ചെയ്യാനും ഡ്രൈ ക്ലീനിങ്ങിനും ഉപയോഗിക്കുന്നു. അടുത്ത ഏതാണ് കൊടുത്തേക്കുന്നത്? ബൊറാക്സ് ലായനിയാണ്. വസ്ത്രങ്ങളിലെ കാപ്പി, ചായ എന്നിവയിലെ കറ കളയാൻ. ആൽക്കഹോള്. സുഗന്ധദ്രവ്യ നിർമ്മാണത്തിലെ അരോമാറ്റിക് ഓയിലുകളെ ലയിപ്പിക്കാൻ. അടുത്ത ഏതാണ്? ടിങ്ചർ അയോഡിനാണ് കേട്ടോ. മുറിവുകൾ കഴുകി വൃത്തിയാക്കാനും അണുബാധ നാശിനിയാക്കാനും അല്ലെങ്കിൽ അണുനാശനമുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ലായനിയിലെ മറ്റ് ചില സവിശേഷതകൾ പരിശോധിക്കാം. ആഹാര പദാർത്ഥങ്ങൾക്ക് ഉപ്പ് കൂടിപ്പോയി, കുറഞ്ഞുപോയി എന്നൊക്കെയുള്ള പരാതികൾ നിങ്ങൾ കേട്ടിരിക്കും. ചേർക്കുന്ന ഉപ്പിൻ്റെ അളവുമായി ബന്ധപ്പെട്ടാണോ ഈ രുചി വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനം ചെയ്തു നോക്കൂ. 2 ബീക്കറുകളിൽ ഒരേ അളവിൽ ജലമെടുക്കുക. ഒരെണ്ണത്തിൽ 1-2 തരി പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇടുക. രണ്ടാമത്തതിൽ 5-6 തരികൾ ഇടുക. അപ്പോൾ 2 ഇടാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തേൽ 2 ബീക്കറുകളിൽ നിറത്തിൻ്റെ വ്യത്യാസം നിരീക്ഷിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ്, നിറവ്യത്യാസം ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തേൽ നിറം കുറവായിരിക്കും കേട്ടോ. ഒന്നാമത്തേൽ നിറം കുറവാണേ, നിറം കുറവായിരിക്കും, നിറം കുറവ്. ഇനി രണ്ടാമത്തേൽ എന്താണ്, നിറം കൂടുതലുണ്ടാവും കേട്ടോ. കൂടുതലുണ്ടാവും. 2 ലായനികളുടെയും നിറവ്യത്യാസത്തിന് കാരണമെന്ത്? രണ്ടാമത്തെ ബീക്കറിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന ലീനം കൂടുതലായി ചേർത്തത് കൊണ്ടാണ് കൂടുതൽ നിറം കേട്ടോ. അപ്പോൾ രണ്ടാമത്തേൽ എന്ത് ചെയ്തിട്ടുണ്ട്? സെക്കൻഡിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെങ്കിൽ KMnO4 കൂടുതൽ ചേർത്തിട്ടുണ്ട്. കൂടുതൽ ചേർത്തു. ലീനത്തിൻ്റെ അളവ് കൂടുതലുള്ള ലായനിക്ക് ഗാഢത കൂടുതലാണ് എന്ന് പറയാം. ലായനിയുടെ ഗാഢത ലീനത്തിൻ്റെ അളവിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ശരിയല്ലേ? ലീനത്തിൻ്റെ അളവ് കൂടുതലുള്ളതിന് എന്ത് കൂടുതലാണ്? ഗാഢത കൂടുതലാണ്. ഗാഢത കൂടുതലാണ്. ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേരുന്ന ലീനത്തിൻ്റെ അളവാണ് ലായനിയുടെ ഗാഢത. അപ്പോൾ ഒരു ലായനി എടുത്തു നമ്മൾ, അതിൽ എത്രമാത്രം നമുക്ക് ലീനത്തിനെ ലയിപ്പിച്ച് ചേർക്കാമോ അതാണ് ആ ലായനിയുടെ ഗാഢത എന്ന് പറയുന്നത്. ഒരു ലായനിയിൽ ലീനത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ അതിനെ നേർത്ത ലായനിയും കൂടുതലാണെങ്കിൽ ഗാഢലായനി എന്ന് പറയാം. ലീനത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ നമുക്ക് എന്താ പറയുക? നേർത്ത ലായനി. കൂടുതലാണെങ്കിൽ ഗാഢലായനി. ഒരു ലായനിയുടെ ഗാഢത പ്രസ്താവിക്കാൻ പല അളവുകളും ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ മാസ് പെർസെൻറ്റേജ്. ഫസ്റ്റ് വൺ എന്താണ്? മാസ് പെർസെൻറ്റേജ്. ലായനിയിൽ ലയിച്ചു ചേരുന്ന ലീനത്തിൻ്റെ മാസ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിയാണിത്. അതായത് 100 ഗ്രാം ലായനിയിൽ എത്ര ഗ്രാം ലീനം അടങ്ങിയിരിക്കുന്നുവെന്ന് പ്രസ്താവിക്കുന്നു. ലായനിയുടെ മാസ് പെർസെൻറ്റേജ്, അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് കേട്ടോ. ലീനത്തിൻ്റെ മാസ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു 100 ആണ്. അപ്പോൾ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. 10 ഗ്രാം ഉപ്പ്. അപ്പോൾ ലീനത്തിൻ്റെ എത്ര ഗ്രാമാണ് ഇവിടെ? 10 ഗ്രാമാണ് കേട്ടോ. ഉപ്പ് 90 ഗ്രാം ജലത്തിൽ. അപ്പോൾ ഇവിടെ ലായകം എന്ന് പറയുന്നത് ആരാണ്? വെള്ളമാണ്. അപ്പോൾ എത്ര ഗ്രാം ജലത്തിലാണ്? 90 ഗ്രാം ജലത്തിൽ ലയിപ്പിച്ചു എന്നിരിക്കട്ടെ. മാസ് പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഗാഢത കണക്കാക്കുന്നത്? അപ്പോൾ ഈ 90ഉം 10ഉം കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ലായനിയുടെ ആകെ മാസ് ലീനവും ലായകവും ചേർന്നാണ് ലായനി. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 100 ഗ്രാം എന്ന് കിട്ടും അല്ലേ? ഇനി എന്ത് ചെയ്താൽ മതി? നമ്മുടെ ലീനത്തിൻ്റെ അളവെന്ന് പറയുന്നത് 10/100 എന്ന് എഴുതാം. ഇൻറ്റു എത്ര എഴുതാൽ മതി? ഇൻറ്റു 100 എഴുതാം. എത്ര പെർസെൻറ്റേജ് ആണ്? 10% എന്ന് കിട്ടും കേട്ടോ. അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒരാൾ തയ്യാറാക്കിയ ഉപ്പുവെള്ളത്തിൻ്റെ ഗാഢത 15% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരാൾ തയ്യാറാക്കിയ 15% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നോക്കാം കേട്ടോ. പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 15 ഗ്രാം ഉപ്പാണ് 100 ഗ്രാം ലായനിയിൽ ഉള്ളതെന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചാൽ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ലായനിയിലെ മാസ് പെർസെൻറ്റേജ് 15 ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ആ ലായനിയിൽ 15% മാസ് ലീനവും 85% ലായകവും അടങ്ങിയിട്ടുണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ 100-ൽ നിന്ന് എത്ര കുറച്ചാൽ മതി? 100-ൽ നിന്ന് 15 കുറച്ചാൽ അത്രയും ശതമാനം ലീനവും 85 എന്ന് പറയുന്നത് അത്രയും ശതമാനം ലായകവും അടങ്ങിയിട്ടുണ്ട്. അത് രണ്ടും കൂടി ചേർന്നാണ് എന്തെന്നറിയപ്പെടുന്നത്? ലായനി എന്നറിയപ്പെടുന്നത് കേട്ടോ. 18 ഗ്രാം ജലത്തിൽ എ എന്ന പദാർത്ഥത്തിൽ 2 ഗ്രാം ചേർന്ന ഒരു ലായനി തയ്യാറാക്കി ലായനിയുടെ മാസ് പെർസെൻറ്റേജ് കണക്കാക്കുക. ഇത് നമുക്ക് കണക്കാക്കി നോക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് മാസ് പെർസെൻറ്റേജ് കണക്കാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് നോക്കിക്കേ, എ എന്ന പദാർത്ഥത്തിൽ 2 ഗ്രാം 18 ഗ്രാം ജലത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ലീനത്തിൻ്റെ അളവ് എത്രയാണ്? ലീനം എന്ന് പറയുന്നത് 2 ഗ്രാമാണ്. നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ, ലായകം എന്ന് പറയുന്നത് ജലമാണ്. ജലത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 18 ഗ്രാമാണ് അല്ലേ. ഇനി ലായനി എത്രയായിരിക്കും മക്കളെ? ലായനി ഇത് രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും. അപ്പോൾ എത്ര വരും? 2 ഗ്രാം പ്ലസ് 18 ഗ്രാം രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്രയാണ്? 20 ഗ്രാം എന്ന് കിട്ടും കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മാസ് പെർസെൻറ്റേജ് ആണ് അല്ലേ. അപ്പോൾ മാസ് പെർസെൻറ്റേജ് എങ്ങനെ കാണുന്നത്? മാസ് പെർസെൻറ്റേജ് എങ്ങനെ കണക്കാക്കുന്നു പറഞ്ഞേ? 2 ഗ്രാം ബൈ 20 ഗ്രാം അല്ലേ. 2 ഗ്രാം എന്ന് പറയുന്നത് ആരുടെയാണ്? 2 ഗ്രാം എന്ന് പറയുന്നത് 2 ഗ്രാം എന്ന് പറയുന്നത് ലീനമാണ്. 20 ഗ്രാം എന്ന് പറയുന്നത് ലായനിയുടെ എന്താണ്? മാസാണ് അല്ലേ. അപ്പോൾ ഇത് എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടെ ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ. അപ്പോൾ വെട്ടാനുള്ളൊരു വെട്ടാം. ഈ 0 നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. 2-ൽ നിന്ന് 2 2/2 2നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 1 ആണ്. 1 × 10 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ് അല്ലേ. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ഉള്ളത്? 10% ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവേ. മാസ് പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ ലായനിയുടെ ഗാഢത കണ്ടെത്തുന്നത് പല വ്യവസായ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും പ്രധാനമാണ്. ഉദാഹരണത്തിന് വ്യവസായ ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ബ്ലീച്ചിങ് ലായനി അറിയാലല്ലേ. വ്യവസായ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ബ്ലീച്ചിങ് ലായനി എന്നത് 3.62 മാസ് പെർസെൻറ്റേജ് സോഡിയം ഹൈപ്പോക്ലോറൈഡിൻ്റെ ജലീയ ലായനിയാണ്. അളവുകൾ കൃത്യമായിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണല്ലോ ഇത് നമ്മെ ബോധ്യപ്പെടുത്തേണ്ടത്. അപ്പം ബ്ലീച്ചിങ് പൗഡറിൽ എത്രയാണ്? സോഡിയം ഹൈപ്പോക്ലോറൈഡിൻ്റെ അളവ് എന്ന് പറയുന്നത് 3.62 ആണ്. അപ്പം മാസ് പെർസെൻറ്റേജ് എന്തായിരിക്കണം? കറക്റ്റ് ആയിരിക്കണം എന്നാണ് ഇതിലൂടെ നമ്മളെ മനസ്സിലാക്കി തരുന്നത് കേട്ടോ. അടുത്ത് നോക്കിയാലോ. അടുത്തെന്താണ്? പൂരിത ലായനിയാണ് അല്ലേ. വ്യത്യസ്ത തരത്തിൽ ലീനങ്ങളെയും ലായങ്ങളെയും നാം പരിചയപ്പെട്ടല്ലോ. ഒരു ലായകത്തിൽ ലീനത്തിൻ്റെ എത്രമാത്രം ലയിപ്പിക്കാം? താഴെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനം ചെയ്തു നോക്കൂ. അപ്പോൾ ഇവിടെ ഒരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. ഒരു ബീക്കറിൽ 100 ml ജലമെടുക്കുക. അതിൽ അമോണിയം ക്ലോറൈഡ് NH4Cl കുറേശ്ശെയായി ലയിപ്പിക്കുക. ലീനം ലയിച്ചു ചേരുന്നതായിട്ട് കാണാം. ആദ്യമൊക്കെ നന്നായിട്ട് ലയിച്ചു തരും അല്ലേ. കൂടുതൽ അമോണിയം ക്ലോറൈഡ് തരികൾ ചേർത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒരു ഘട്ടത്തിൽ അധികമുള്ള ലീനം ലയിച്ചു ചേരാത്ത അവസ്ഥ സംജാതമാകുന്നത് കണ്ടല്ലോ. ഇനി കുറേ നമ്മൾ ലയിപ്പിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താണ്? ഈ അമോണിയം ക്ലോറൈഡ് അവിടെ ലയിക്കാനതായിട്ട് വരുന്നത് കാണാം കേട്ടോ. ഇങ്ങനെ കിട്ടുന്ന ലായനിയെ പൂരിത ലായനി എങ്ങനെ വിളിക്കാം? അപ്പോൾ ലയിക്കാതെ ആവുന്ന അവസ്ഥയിലുള്ള ലായനിയെ നമുക്ക് എന്ത് വിളിക്കാം? പൂരിത ലായനി എന്ന് വിളിക്കാം. താപനില സ്ഥിരമായിരിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ ലഭിക്കുന്ന ലായനിയാണ് പൂരിത ലായനി. അപ്പോൾ എത്രമാത്രം ലയിച്ചു ചേർന്ന് മാക്സിമം ലയിച്ചു ചേർന്ന് ബാക്കിയുള്ളത് ഇനി തരികളായിട്ട് കാണപ്പെടുന്ന ഒരു അവസ്ഥയില്ലേ, ആ അവസ്ഥയിലെ ലായനിയാണ് നമ്മൾ പൂരിത ലായനി എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് അപൂരിത ലായനി. പൂരിത ലായനി ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ അമോണിയം ക്ലോറൈഡ് തരികൾ ജലത്തിൽ ലയിച്ചു ചേരുന്നത് നിങ്ങൾ കണ്ടുവല്ലോ. ഇതിനെ അപൂരിത ലായനി എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ലയിച്ചു ചേരാത്തൊരവസ്ഥ എത്തിയില്ലേ, അതിന് മുന്നേ ലയിച്ചു ചേരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ, ആ അവസ്ഥേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അപൂരിത ലായനി എന്ന് പറയുന്നത് കേട്ടോ. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാക്കാൻ ആവശ്യമായതിനേക്കാൾ കുറവ് ലീനം ലയിപ്പിക്കുന്ന ലായനിയെ അപൂരിത ലായനി. ലയിച്ച് ചേരുന്ന അവസ്ഥ കേട്ടോ. ലയിച്ച് ചേരാതെ തരികളായി കാണപ്പെടുന്ന അവസ്ഥേനെ നമ്മൾ എന്താ പറയുന്നത്? പൂരിത ലായനി എന്നും, ലയിച്ച് ചേർന്ന അവസ്ഥേനെ നമ്മൾ എന്താണ്? അപൂരിത ലായനി എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത് അതിപൂരിത ലായനി. അപ്പോൾ അതെന്താ നോക്കാം അല്ലേ. അമോണിയം ക്ലോറൈഡിൻ്റെ പൂരിത ലായനി തയ്യാറാക്കിയ സന്ദർഭത്തിൽ അല്പം ലീനം ലയിക്കാതെ അവശേഷിച്ചത് നിരീക്ഷിച്ചുവല്ലോ. ഇതിനെ ലയിപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ചൂടാക്കി നോക്കൂ. കുറച്ചുകൂടി ലീനം ചേർത്ത് ചൂടാക്കുന്നത് തുടരുക. എന്താണ് സംഭവിക്കുന്നത്? ലീനം ലയിക്കുന്നുണ്ടോ? നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ എന്താ മക്കളെ സംഭവിക്കുക? ഇത് ലയിക്കുന്നതായിട്ട് കാണാം അല്ലേ. ചൂടാക്കുന്നതിനനുസരിച്ച് ഈ സാധനം എന്ത് ചെയ്യും? ലയിക്കുന്നതായിട്ട് കാണാം. അപ്പം ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇതവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ലായനിയെ അനക്കാതെ സാധാരണ താപനിലയിലേക്ക് സാവധാനം തണുപ്പിക്കുക. ലീനം അവശിഷ്ടപ്പെടുന്നുണ്ടോ? നിരീക്ഷണം രേഖപ്പെടുത്തുക.
ലീനം ലയിക്കുന്നുണ്ടോ? ലീനം ഇവിടെ എന്താണ് ചൂടാക്കി നോക്കൂ, കുറച്ചുകൂടി ചൂടാക്കി നോക്കാനാണ് ആദ്യം പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പം ലീനം ചൂടാക്കുന്നത് കൊണ്ട് തുടരുക. എന്താണ് സംഭവിക്കുന്നത് ലീനം എന്ത് ചെയ്യും? ലയിക്കും കേട്ടോ. ലീനം ലയിക്കും. അടുത്ത എന്താ കൊടുത്തേക്കുന്നത്? ഇനി ഈ ലായനിയെ അനക്കാതെ സാധാരണ താപനിലയിൽ സാവധാനം തണുപ്പിക്കുക. ലീനം അവശിപ്തപ്പെടുന്നുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല കേട്ടോ, ഇല്ല. അടുത്തെന്താണ്? ഉയർന്ന താപനിലയിൽ കൂടുതൽ ലീനം ലയിച്ചു ചേരുന്നു. അതിപൂരിത ലായനി തണുപ്പിക്കുമ്പോൾ അധികമുള്ള ലീനത്തിന്റെ ക്രിസ്റ്റലുകൾ രൂപപ്പെടുന്നു. അപ്പം എന്താ അടുത്ത് പറഞ്ഞേക്കുന്നത്? എന്താണ്? ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാക്കാൻ ആവശ്യമായതിനേക്കാൾ കൂടുതൽ ലീനം ലയിച്ചു ചേരുന്ന ലായനിയെ അതിപൂരിത ലായനി എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ. അതിപൂരിത ലായനി സ്ഥിരമായി നിലനിൽക്കുന്നുണ്ടോ? എന്തുകൊണ്ടായിരിക്കും? അധികം ചേർത്ത ലീനത്തെ അവശിഷ്ടപ്പെടുത്തി വീണ്ടും ഇതിനെ പൂരിത ലായനിയാക്കി മാറ്റാം. അതിനാൽ ശ്രദ്ധാപൂർവം ഇതിനെ സാധാരണ താപനിലയിലേക്ക് കൊണ്ടുവരാൻ പലപ്പോഴും ലയിച്ച ലീനം അടിയുന്നില്ല. ഇങ്ങനെ തയ്യാറാക്കി അതിപൂരിത ലായനി എങ്ങനെ ക്രിസ്റ്റലുകൾ രൂപപ്പെടുത്തുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ